أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالعرجون القديم. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. صدق الله العلي العظيم. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സൂറത്തു യാസീൻ 37 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞ ആയത്തുകളിൽ വിശദീകരിച്ചതുപോലെ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് വീണ്ടും. ഇതിനു മുമ്പ് ഭൂമിയെക്കുറിച്ച് പറഞ്ഞു. നിർജീവമായ ഭൂമിയെ അള്ളാഹു എങ്ങനെ ജീവിപ്പിക്കുന്നു, അതിൽ നിന്ന് എങ്ങനെ ധാന്യമണികൾ പുറത്തു കൊണ്ടുവരുന്നു, ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു, തോട്ടങ്ങളെങ്ങനെ അവൻ സജ്ജീകരിക്കുന്നു, അതുപോലെ തന്നെ എങ്ങനെയാണ് അരുവികൾ അവൻ അതിലൊഴുക്കുന്നത്, ഇതെല്ലാം സൂചിപ്പിച്ചു. അതിൽ നിന്ന് മനുഷ്യന് ലഭിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങളെക്കുറിച്ച്, ഫലങ്ങളെക്കുറിച്ച് ഒക്കെ അള്ളാഹു പറഞ്ഞതിന് ശേഷം എല്ലാ വസ്തുക്കളെയും ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു. ഇണകൾ എന്ന് പറഞ്ഞാൽ 2 പെയർ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, മറിച്ച് ഒരു കൂട്ടം, എ ഗ്രൂപ്പ് എന്നുള്ള അർത്ഥത്തിലും അസുവാജ് എന്നത് പ്രയോഗിക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനിയും നിങ്ങൾ കാണാത്ത, നിങ്ങൾക്കറിയാത്ത ഒരുപാട് സംഗതികളെ അവൻ സൃഷ്ടിക്കും എന്ന് പറഞ്ഞു. ഇവിടെ ഈ ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് ആയത്തുൽ ലഹുമുൽ ലൈൽ, അവർക്കുള്ള മറ്റൊരു ദൃഷ്ടാന്തമാകുന്നു രാത്രി. നസ്ലഹു മിൻഹുൻ നഹാർ, അതിൽ നിന്ന് നാം പകലിനെ ഊരിക്കളയുന്നു. ഫഇദാഹും മുസ്ലിമൂൻ, അപ്പോൾ അവരിൽ ഇരുട്ട് പരക്കുന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല രാത്രിയെയും പകലിനെയും കുറിച്ച്, അതായത് രാത്രിയും പകലും വാസ്തവത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കാണാൻ സാധിക്കുന്ന, അവന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ്. ദിനരാത്രങ്ങളുടെ പോക്കുവരവും. പക്ഷെ അത് എല്ലാ ദിവസവും ഇത്ര സാധാരണ ആയതുകൊണ്ട് മനുഷ്യരിൽ പലരും ശ്രദ്ധിക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ പകൽ എങ്ങനെ കഴിഞ്ഞു പോകുന്നു, രാത്രി എങ്ങനെ വരുന്നു, ഈ പകലിൻ്റെയും രാത്രിയുടെയും പോക്കുവരവിൽ എന്തെല്ലാം യുക്തികൾ അടങ്ങിയിരിക്കുന്നു, ഇതൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച്, സർവശക്തനും യുക്തിമാനുമായ അള്ളാഹുവിനെക്കുറിച്ച്, അവൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ഇത് വലിയൊരു ദൃഷ്ടാന്തമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ശരിക്കും വാസ്തവത്തിൽ ഭൂമിയുടെ ഈ മുന്നിൽ നിന്ന് സൂര്യൻ മറയുന്നില്ലെങ്കിൽ, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി, ഭൂമിക്ക് നേരെ സൂര്യൻ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഭൂമിയിൽ സൂര്യൻ്റെ പ്രകാശം പതിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് പകൽ ലഭിക്കുന്നത്. അങ്ങനെ സൂര്യൻ ആ ഭൂമിയുടെ ഭൂമുഖത്ത് നിന്ന് മറഞ്ഞു പോകുമ്പോൾ രാത്രി വരുന്നു. അപ്പോൾ സൂര്യൻ അങ്ങനെ മറയുന്നില്ലെങ്കിൽ രാത്രി വരിക സാധ്യമല്ല. പകൽ അവസാനിക്കുകയും രാത്രി വന്ന് നമ്മോടൊപ്പം വന്നു ചേരുകയും ചെയ്യുന്നത് വളരെ കൃത്യമായ ഒരു വ്യവസ്ഥയുടെയും ക്രമത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. സൂര്യനും ഭൂമിയുമൊക്കെ വളരെ വ്യവസ്ഥാപിതമായ ഒരു സിസ്റ്റത്തിന് കീഴ്പ്പെടുമ്പോൾ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. വാസ്തവത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ രാപ്പകലുകൾ ഭൂമിയിൽ മനുഷ്യൻ്റെ മാത്രം അസ്തിത്വത്തിന് അല്ല, മറിച്ച് മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും ഒക്കെ എല്ലാ ജീവജാലങ്ങളുടെയും അസ്തിത്വത്തിന്, ഭൂമിയിലെ നിലനിൽപ്പിന് ഒക്കെ വളരെ അനിവാര്യമായ സംഗതികളാണ് രാത്രിയും പകലും. രാത്രി മനുഷ്യൻ വിശ്രമിക്കുന്നു, പകലിൽ മനുഷ്യൻ ജീവസന്ധാരണത്തിന് വേണ്ടി വിവിധ തരം ജോലികളിലും ഇടപാടുകളിലും ഏർപ്പെടുന്നു. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടി ഏർപ്പാടാക്കി വച്ചിട്ടുള്ള സംഗതികളാണ്. ഇനി ഒരു മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു പക്ഷേ ഭൂമിയിൽ പകൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ രാത്രി മാത്രമേ ഉള്ളൂ എങ്കിൽ സംഭവിക്കുക, മനുഷ്യജീവിതം ഇവിടെ അസാധ്യമാകുമാറ് ഭൂമിയുടെയും അതുപോലെ ഈ ഭൂമിയിലെ വിവിധ ജീവജാലങ്ങളുടെയും അവസ്ഥ വളരെ പരിതാപകരമാകുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സൂര്യൻ നിലനിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ മനുഷ്യൻ്റെ, ആ സൂര്യൻ
കൃത്യമായൊരു അകലത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഭൂമിക്ക് പറ്റുന്ന രൂപത്തിൽ പകലിൽ വളരെ വ്യക്തമായിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും വേണ്ട അളവിൽ വെളിച്ചം ലഭിക്കുന്നത്, അതുപോലെ തന്നെ മഴ ലഭിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് സൂര്യനോ ചന്ദ്രനോ മാറിപ്പോകുമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ പകലിനെയും രാത്രിയെയും അള്ളാഹു സെറ്റ് ചെയ്തിരിക്കുന്ന ഈ അവസ്ഥയിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള കേടുപാടുകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള അവ്യവസ്ഥകളോ സംഭവിക്കുമായിരുന്നുവെങ്കിൽ തീർച്ചയായും മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ ഈ ഭൂമിയിലെ അവസ്ഥ മാറിപ്പോകുമായിരുന്നു. അപ്പോൾ രാപ്പകലുകളെക്കുറിച്ച് ചിന്തിച്ചാൽ, രാത്രി എങ്ങനെ വരുന്നു, പകൽ എങ്ങനെ വരുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ദൃഷ്ടാന്തങ്ങൾ മനുഷ്യന് ലഭിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഫഇദാഹും മുസ്ലിമൂൻ. ഇനി വശംസു തജ്രി ലി മുസ്തഖറിൻ ലഹ, സൂര്യൻ അതിൻ്റെ ഒരു നിശ്ചയിച്ച ഒരു പാതയിലേക്ക്, അല്ലെങ്കിൽ ഭൂമിക്ക് സൂര്യന് വേണ്ടി നിശ്ചയിച്ച സങ്കേതത്തിലേക്ക് ആ സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, അത് അജയ്യനായിട്ടുള്ള, സർവപ്രതാപിയായിട്ടുള്ള, എല്ലാറ്റിനെക്കുറിച്ചും അറിയുന്ന സർവജ്ഞനായിട്ടുള്ള അള്ളാഹുവിൻ്റെ കൃത്യമായ കണിശമായ നിർണയമത്രേ അത്. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. വൽ ഖമറ ഖദ്ദർനാഹു മനാസില, ചന്ദ്രന് നാം വ്യക്തമായിട്ടുള്ള മണ്ഡലങ്ങൾ നിർണയിച്ചു കൊടുത്തിരിക്കുന്നു. ഹത്ത ആദ കൽ ഉർജൂനിൽ ഖദീം, അങ്ങനെ അത് ആ മണ്ഡലങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ട് ഒരു ഈത്തപ്പനയുടെ ശുഷ്കിച്ച ഒരു നാരുപോലെ ആ ചന്ദ്രൻ ആയിത്തീരുന്നു. ലശംസു യംബഗി ലഹ അൻ തുദ്രിക്കൽ ഖമർ, സൂര്യന് ചന്ദ്രനെ എത്തിപ്പിടിക്കുക സാധ്യമല്ല. വലല്ലൈലു സാബിഖുൻ നഹാർ, രാത്രി പകലിനെ കവച്ചു വെക്കുന്നുമില്ല. കുല്ലും ഫി ഫലക്കിൻ യസ്ബഹൂൻ, ഓരോരുത്തരും ഓരോ സംഗതികളും അവരവരുടെ പദങ്ങളിൽ, ഭ്രമണപഥങ്ങളിൽ നീന്തിക്കൊണ്ടിരിക്കുകയാകുന്നു. അപ്പോൾ ഈ ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് സൂര്യൻ്റെ ചലനത്തെക്കുറിച്ച്, സൂര്യൻ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഒരു സങ്കേതത്തെക്കുറിച്ച്. മുസ്തഖർ എന്ന് പറഞ്ഞാൽ ശരിക്കും സൂര്യൻ അവസാനമായി ചെന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പറയാം, അല്ലെങ്കിൽ ഒരു സമയത്തെക്കുറിച്ച് പറയാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാധാരണഗതിയിൽ ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യർ വിശ്വസിച്ചിരുന്നത് സൂര്യൻ സഞ്ചരിക്കുന്നില്ല, അതൊരു നിശ്ചലമായ അവസ്ഥയിലാണ് എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് ശാസ്ത്രീയ വിജ്ഞാനം പുരോഗമിച്ചപ്പോൾ മനുഷ്യന് മനസ്സിലായി എല്ലാ സംഗതികളും ചലിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യനടക്കം ഈ പ്രപഞ്ചത്തിലെ സകല ദൃഷ്ടാന്തങ്ങളും, അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളൊക്കെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്, സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ അർത്ഥത്തിൽ സെക്കൻഡിൽ 10 മുതൽ 100 വരെ മൈൽ വേഗത്തിൽ ആണ് ഈ നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്നതെന്ന് സയൻസ് നമ്മളോട് പറയുന്നുണ്ട്. ആധുനിക ഈ ഗോളശാസ്ത്ര വിശാരദന്മാർ നമ്മളോട് പറയുന്നുണ്ട്. സൂര്യൻ അതിൻ്റെ മുഴുവൻ സൗരയൂഥം, സോളാർ സിസ്റ്റത്തോടൊപ്പം സെക്കൻഡിൽ 20 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും മനുഷ്യൻ പിന്നീട് കണ്ടെത്തിയ സംഗതിയാണ്. അപ്പോൾ ഇനിയും അതിൻ്റെ അപ്പുറത്തേക്ക് ശാസ്ത്രം പുരോഗമിക്കുന്നതും വികസിക്കുന്നതിനും അനുസരിച്ച് മനുഷ്യർ ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയേക്കാം. പക്ഷേ അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾക്ക് ആ അർത്ഥത്തിലൊന്നും ഒരു മാറ്റവും വരുന്നില്ല. അതായത് സൂര്യന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഒരു സങ്കേതമുണ്ട്, ആ സങ്കേതത്തിലൂടെ, അല്ലെങ്കിൽ ആ സങ്കേതത്തിലേക്ക് അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. വശംസു തജ്രി. അപ്പോൾ ഇത് പറയുന്നത്, ഈ സൂര്യനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല ഈ പ്രസ്താവന നടത്തുന്നത് മനുഷ്യൻ സൂര്യനെക്കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഭ്രമണപഥത്തെക്കുറിച്ച് ഏതെങ്കിലും അർത്ഥമുള്ളൊരു ഗവേഷണത്തിനോ യോഗ്യമല്ലാത്ത, അതിന് പറ്റുന്ന രൂപത്തിലല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ പ്രസ്താവന അള്ളാഹു സുബ്ഹാനഹു തആല നടത്തുന്നത്. പിന്നീടാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായിട്ടുള്ള പുരോഗതികൾ വരുമ്പോൾ ഈ സംഗതികൾ മനസ്സിലാകുകയും സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ബോധ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പ്രപഞ്ചത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു ശാസ്ത്രീയ സത്യം എന്നുള്ള നിലക്ക് അത് മനുഷ്യനൊരു അക്കാഡമിക് ഇൻഫർമേഷൻ നൽകുകയല്ല ചെയ്യുന്നത്. മറിച്ച് സൂര്യനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, അത് എല്ലാറ്റിനെക്കുറിച്ചും സൂക്ഷ്മമായ ജ്ഞാനമുള്ള, എല്ലാ സംഗതികളെയും അടക്കി ഭരിക്കുന്ന ഒരുവൻ്റെ സൃഷ്ടിപ്പാണ്. അവനാണ് ആ കൃത്യമായിട്ടുള്ള ഭ്രമണപഥം അതിന് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അപ്പോൾ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള മനുഷ്യൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് സൂര്യനും ചന്ദ്രനും.
ചന്ദ്രനെ കുറിച്ച് പറയുന്നു വൽ ഖമറ ഖദ്ദർനാഹു മനാസില, അതിന് കൃത്യമായിട്ടുള്ള മണ്ഡലങ്ങൾ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. ഹത്ത ആദക്കൽ ഉർജൂനിൽ ഖദീം, അവസാനം അതൊരു ഈത്തപ്പനക്കുലയുടെ ഒരു നാരുപോലെ അതായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഒന്നാം രാവ് മുതൽ 14-ാം രാവ് വരെ ചന്ദ്രൻ ചെറിയൊരു പൊട്ടുപോലെ ആയിക്കൊണ്ട് അത് അവസാനം വികസിച്ച് ഒരു പൂർണ്ണചന്ദ്രനായിട്ട് മാറുന്നു. വീണ്ടും തിരിച്ച് ആ പൂർണ്ണചന്ദ്രൻ ചെറുതായി വീണ്ടും ഒരു ഈത്തപ്പനക്കുലയുടെ ഒരു ചെറിയ നാര് പോലെ ആയിത്തീരുന്നു. അത്രത്തോളം ചെറിയ ഒരു സംഗതിയായിട്ട് അത് മാറുന്നു. അപ്പോൾ ചന്ദ്രൻ്റെ ഈ മണ്ഡലങ്ങൾ അതും അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചതാണ്. അത് അള്ളാഹുവിൻ്റെ വളരെ വ്യക്തമായ ദൃഷ്ടാന്തമാണ്. ഈ ഭ്രമണക്രമം, അതായത് സൂര്യൻ്റെ ഈ ക്രമം, സൂര്യൻ്റെ ഈ ചലനം, ചന്ദ്രൻ്റെ ഈ മണ്ഡലങ്ങളുടെ ഈ സജ്ജീകരണം, ഇതൊക്കെ ലക്ഷക്കണക്കിൽ വർഷങ്ങളായി വളരെ കണിശതയോടെ ഈ ഭൂമിയിൽ നടന്നു വരുന്നു. ഇതിനൊന്നും ഒരു വ്യത്യാസവും ഒരിക്കലും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഏത് ദിവസം എവിടെ ചന്ദ്രൻ ഏത് സ്ഥാനത്ത് എത്ര അളവിലുണ്ടാകുമെന്നത് കൃത്യമായി കണക്ക് കൂട്ടി മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ ചലനം ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമായതുകൊണ്ടാണ് വാസ്തവത്തിൽ മനുഷ്യനത് സാധിക്കുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു ലശംസു യംബഗി ലഹാ അൻ തുദ്രിക്കൽ ഖമർ, സൂര്യന് ചന്ദ്രനെ പിടികൂടുക സാധ്യമല്ല. അതിൻ്റെ അർത്ഥം ഒന്നുകിൽ പിടികൂടി തന്നിലേക്ക് ആകർഷിക്കുക, അതായത് ആ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ച് അതുമായി കൂട്ടിമുട്ടാൻ സൂര്യന് സാധിക്കില്ല എന്നാണ് ഒരർത്ഥം. രണ്ട്, ഈ ചന്ദ്രോദയത്തിനും അതുപോലെ തന്നെ അതിൻ്റെ അസ്തമയത്തിനുമൊക്കെ നിശ്ചയിച്ച സമയങ്ങളിൽ സൂര്യൻ ഒരിക്കലും പ്രത്യക്ഷപ്പെടുകയില്ല. മറിച്ച് ചന്ദ്രൻ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് സൂര്യൻ ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെടുക എന്നത് സാധ്യമല്ല. ഈ രണ്ടർത്ഥത്തിലും ലശംസു യംബഗി ലഹാ അൻ തുദ്രിക്കൽ ഖമർ എന്ന് പറഞ്ഞതിനെ വിശദീകരിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ ഓരോന്നിനും നിശ്ചയിച്ചിട്ടുള്ള ഭ്രമണപഥത്തിൽ നിന്ന് മാറി മറ്റൊന്നിനെ ഏറ്റെടുക്കാനോ മറ്റൊന്നിലേക്ക് ആകർഷിക്കപ്പെടാനോ മറ്റൊന്നിനെ ഇല്ലാതാക്കുവാനോ മറ്റൊന്നിൻ്റെ പണി ചെയ്യുവാനോ ഈ പ്രപഞ്ചത്തിലെ ഒരു സംഗതികൾക്കും സാധ്യമല്ലാത്ത രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ പ്രപഞ്ചത്തിലെ സകല സംവിധാനങ്ങളെയും സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അള്ളാഹു പറയുന്നത്. ഇവിടെ കുല്ലും ഫി ഫലക്കിൻ യസ്ബഹുൻ, അടുത്ത ഒരു വാചകത്തിൽ അള്ളാഹു പറഞ്ഞു എല്ലാറ്റിനും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു ഭ്രമണപഥമുണ്ട്. ആ ഭ്രമണപഥത്തിൽ അത് നീന്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സൂര്യനും ചന്ദ്രനും സകല നക്ഷത്രങ്ങളും എല്ലാ ഗ്രഹങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഓരോന്നിനും ഓരോ ഭ്രമണപഥം അഥവാ ഒരു സഞ്ചാര മാർഗം ഉണ്ട്. അത് വ്യത്യസ്തമായിട്ടുള്ള സഞ്ചാര പദങ്ങളാണ്. ഈ ഭ്രമണപഥത്തിൽ നക്ഷത്രങ്ങളിങ്ങനെ ചുറ്റിത്തിരിയല്ല, മറിച്ച് അത് ചുറ്റിക്കറങ്ങുകയാണ്. കുല്ലും ഫി ഫലക്കിൻ യസ്ബഹൂൻ, നീന്തുകയാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത് അവയുടെ ഭ്രമണപഥത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. അത് ദിശ അറിയാതെ ചുറ്റിത്തിരിയുന്നൊരവസ്ഥ അവയ്ക്കില്ല. അതുപോലെ തന്നെ ഈ നീന്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ദ്രാവക പദാർത്ഥത്തിലൂടെ അല്ലെങ്കിൽ ഒരു വെള്ളത്തിലൂടെ മനുഷ്യനൊക്കെ നീന്തുന്നത് പോലെയാണ് ഈ പ്രപഞ്ചത്തിലെ ഈ സകല ഗ്രഹങ്ങളുടെയും അതുപോലെ തന്നെ ഈ മറ്റ് അള്ളാഹുവിൻ്റെ ഇത്തരം ഗോളങ്ങൾ ഇതിൻ്റെയൊക്കെ അവസ്ഥ. ഈ ഭ്രമണപഥത്തിൽ അവർക്ക് ഓരോന്നും ഒരു ദ്രാവകത്തിൽ ഇങ്ങനെ നീന്തി തുടിക്കുന്നത് പോലെയാണ് അവ തുടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും വാസ്തവത്തിൽ ആലോചിച്ച് നോക്കിയാൽ ഈ നമ്മുടെ സൂര്യൻ ഉൾപ്പെടുന്ന ഈ സൗരയൂഥം അത് എത്രമാത്രം ഗംഭീരമാണ് എന്ന് നമുക്കിപ്പോൾ ശാസ്ത്രം പറഞ്ഞു തരുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് ചുറ്റും ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും അതുപോലെ തന്നെ ഭൂമിയും ഒക്കെ അടങ്ങിയ ഈ ഒരു സൗരയൂഥത്തെ പോലെ ഒരുപാട് സൗരയൂഥങ്ങൾ വേറെയുമുണ്ട്. അത്തരം സൗരയൂഥങ്ങൾ അടങ്ങിയതാണ് ഒരു ഗാലക്സി അല്ലെങ്കിൽ ഒരു ക്ഷീരപഥം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്ഷീരപഥത്തിൽ തന്നെ നമ്മുടെ സൂര്യൻ അടങ്ങുന്ന ഈ ഗാലക്സിയിൽ തന്നെ ഏകദേശം 3000 മില്യൺ, അതായത് 300 കോടി സൂര്യന്മാരുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിലേറ്റവും അടുത്ത സൂര്യൻ്റെ പ്രകാശം, അതായത് നമ്മുടെ ഭൂമിയുടെ ഈ ഏറ്റവും അടുത്ത ആ സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ 4 വർഷം വേണം എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് അതിൻ്റെ ഒരു വ്യവസ്ഥാപിതത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചം എത്ര മഹത്തരമാണ്. ഇപ്പോഴും മനുഷ്യൻ്റെ കണ്ണിനോ അല്ലെങ്കിൽ മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ള ടെലസ്കോപ്പുകൾക്കോ കാണാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ ഒരുപാട് ഗോളങ്ങളും അതിൻ്റെ അപ്പുറത്ത് ഗാലക്സികളും സൗരയൂഥങ്ങളും ഒക്കെ ഈ ഭൂമിയിലുണ്ട്, ഈ പ്രപഞ്ചത്തിലുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് മനുഷ്യൻ
കണ്ണു തുറന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ അസ്തിത്വം കണ്ടെത്താൻ സാധിക്കും. ഇതൊക്കെ യാദൃച്ഛികമായി ഉണ്ടായതാണെന്നും ഇതിനൊന്നും ഒരു വ്യവസ്ഥയുമില്ലെന്നും ഒക്കെ വിശ്വസിക്കുന്നവരാണ് വാസ്തവത്തിൽ ബുദ്ധിയില്ലാത്തവർ, ചിന്ത ഉപയോഗിക്കാത്തവർ എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ആയത്തുൻ ലഹും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭാഗം അള്ളാഹു തുടങ്ങുന്നത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. അവർക്ക് കണ്ണു തുറന്ന് കാണാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു ഇതിനെ സജ്ജീകരിച്ചിരിക്കുന്നു. കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിലേക്കും അവൻ്റെ ഏകത്വത്തിലേക്കും മനുഷ്യനെത്താൻ സാധിക്കും എന്ന അർത്ഥത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. തീർച്ചയായും പരിശുദ്ധ ഖുർആനിൻ്റെ ഇത്തരം വചനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ കണ്ടെത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവൻ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.